രണ്ടാം പിണറായി സർക്കാരിൽ OR കേളു പുതിയ മന്ത്രിയായി ചുമതലയേറ്റു. രാജ്ഭവനിൽ നടന്ന ചടങ്ങിൽ പുതിയ മന്ത്രിയായി OR കേളു സത്യപ്രതിജ്ഞ ചെയ്തു. മുഖ്യമന്ത്രി പിണറായി വിജയനും മന്ത്രിമാരും പ്രതിപക്ഷ നേതാവ് VD സതീശനും അടക്കമുള്ളവർ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുത്തു. മന്ത്രി OR കേളു സെക്രട്ടേറിയറ്റിലെ ഓഫീസിലെത്തി ചുമതലയും ഏറ്റെടുത്തു. നൃപൻ ചേരുന്നു. ഷമ്മി, മന്ത്രി കെ രാധാകൃഷ്ണൻ രാജിവെച്ച ഒഴിവിലേക്ക് പുതിയ മന്ത്രി എത്തി. രണ്ടാം പിണറായി സർക്കാരിൽ പുതിയൊരു മന്ത്രി കൂടി എത്തുകയാണ്. രാജ്ഭവനിൽ ഇന്ന് 4 മണിക്ക് നടന്ന ചടങ്ങിൽ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനാണ് സത്യവാചകം ചൊല്ലിക്കൊടുത്തത്. മന്ത്രി OR കേളു അദ്ദേഹം സൗഗൗരവമാണ് സത്യപ്രതിജ്ഞ ചെയ്തത്. OR കേളു എന്ന ഞാൻ നിയമം വഴി സ്ഥാപിതമായ ഭാരതത്തിൻ്റെ ഭരണഘടനയോട് നിർവ്യാജ്യമായ വിശ്വസ്തതയും കൂറും പുലർത്തുമെന്നും ഞാൻ ഭാരതത്തിൻ്റെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഞാൻ കേരള സംസ്ഥാനത്തെ ഒരു മന്ത്രി എന്ന നിലയിലുള്ള എൻ്റെ കർത്തവ്യങ്ങൾ വിശ്വസ്തയോടും മനസാക്ഷിയെ മുൻനിർത്തിയും നിർവഹിക്കുമെന്നും മന്ത്രി എന്ന നിലയിലുള്ള എൻ്റെ കർത്തവ്യങ്ങളുടെ മുറപ്രകാരമുള്ള നിർവഹണത്തിന് ആവശ്യമാകുന്നതൊഴികെ ഞാൻ ഏതെങ്കിലും ആളുകൾക്കോ നേരിട്ടോ നേരിട്ടല്ലാതെയോ അറിയിച്ചു കൊടുക്കുകയോ വെളിപ്പെടുത്തുകയോ ചെയ്യുകയില്ല എന്ന് സൗഗൗരവം പ്രതിജ്ഞ ചെയ്യുന്നു. മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഒപ്പം തന്നെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ, ഒപ്പം പ്രതിപക്ഷ ഉപനേതാവ് PK കുഞ്ഞാലിക്കുട്ടി അടക്കമുള്ളവരും MLA-മാരും മറ്റ് ജനപ്രതിനിധികളും ഒക്കെ തന്നെ ഈ ചടങ്ങിൽ പങ്കെടുത്തിരുന്നു. വയനാട് നിന്ന് OR കേളുവിൻ്റെ നാട്ടിൽ നിന്ന് 500-ലധികം പേരാണ് അദ്ദേഹത്തിൻ്റെ സത്യപ്രതിജ്ഞ ചടങ്ങ് കാണുന്നതിന് വേണ്ടി എത്തിയത്. ഈ രാജ്ഭവനിൽ വേണ്ട ഇതനുസരിച്ചുള്ള സജ്ജീകരണങ്ങളൊക്കെ തന്നെ ഒരുക്കിയിരുന്നു. പൗരപ്രമുഖർ പങ്കെടുത്തിരുന്നു. മത സാമുദായിക രംഗത്തെയും തിരുവനന്തപുരത്തെ നഗരത്തിലുള്ള പ്രധാനപ്പെട്ട സാംസ്കാരിക രംഗത്തൊക്കെയുള്ള പ്രമുഖരാണ് ചടങ്ങിൽ പങ്കെടുത്തത്. ഉന്നത ഉദ്യോഗസ്ഥർ, ചീഫ് സെക്രട്ടറി മുതൽ DGP വരെയുള്ള ഉന്നത ഉദ്യോഗസ്ഥരും ചടങ്ങിൽ പങ്കെടുത്തു. അതിനുശേഷം അദ്ദേഹം സെക്രട്ടേറിയറ്റിലെ ഓഫീസിലെത്തി ചുമതലയും ഏറ്റെടുത്തു. ചുമതല ഏറ്റെടുത്ത ശേഷം അദ്ദേഹം മാധ്യമങ്ങൾക്ക് മുന്നിൽ പറഞ്ഞത്, താൻ നേരത്തെ തന്നെ മാധ്യമങ്ങൾക്ക് മുന്നിൽ പറഞ്ഞതാണ്, തൻ്റെ മുൻഗണനാ പട്ടിക എന്ന് പറയുന്നത് പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളുടെ ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് മുൻഗണന നൽകുമെന്നതാണ്. ഒപ്പം തന്നെ വയനാട്ടിൽ നിന്ന് നടക്കുന്ന വന്യജീവി മനുഷ്യ സംഘർഷത്തിൽ പരമാവധി ജനങ്ങളുമായി കൂടിയാലോചന നടത്തി എന്ത് ചെയ്യാൻ കഴിയും എന്ന കാര്യം ചെയ്യുമെന്നും മന്ത്രി OR കേളു പറഞ്ഞു. പ്രയോറിറ്റി നമുക്ക് ഏറ്റവും ആദ്യം കൊടുക്കേണ്ടത് ഈ വിഭാഗക്കാരുടെ ക്ഷേമ പദ്ധതികൾ വേഗം നടപ്പാക്കുക എന്നുള്ളതും അവർ കൈകളിൽ അത് വേഗം എത്തിക്കുക എന്നുള്ളതാണ് ഞാനന്ന് പറഞ്ഞത്. തീർച്ചയായിട്ടും ഞാനിപ്പോൾ മന്ത്രിയാവുന്നതിൻ്റെ മുമ്പ് തന്നെ ഇപ്പം കഴിഞ്ഞ 6 മാസം മുമ്പും അതിൻ്റെ മുമ്പത്തെ വർഷവും നിരന്തരമായി വയനാട്ടിലെ വിഷയങ്ങൾ തന്നെയല്ലേ. ആ വിഷയത്തിൻ്റെ മുമ്പിൽ ഞാൻ നിൽക്കുന്നത് നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും ഞാൻ വിചാരിക്കുന്നു. ഏത് വിധേനയും നമുക്ക് പൂർണ്ണമായിട്ടല്ലെങ്കിലും അവിടുത്തെ മനുഷ്യരുടെ ജീവനും സ്വത്തിനും കൃഷിക്കും എങ്കിലും ഒരു സംരക്ഷണം ഉറപ്പുവരുത്തിക്കൊണ്ടുള്ള ഒരു നടപടിയിലേക്ക് കടക്കാൻ വേണ്ടി സാധിക്കണം എന്ന് പ്രതീക്ഷിക്കുന്നു. പട്ടികജാതി പട്ടികവർഗ ക്ഷേമ വികസന വകുപ്പാണ് മന്ത്രി OR കേളുവിൻ്റെ വകുപ്പായി ചുമതലയിൽ വരുന്നത്. പ്രത്യേകിച്ച് അദ്ദേഹം വയനാട്ടിൽ നിന്നുള്ള പട്ടികജാതി വിഭാഗത്തിലെ ആദ്യ CPIM-ൻ്റെ മന്ത്രിയാണ് എന്ന പ്രത്യേകത കൂടിയുണ്ട്. രണ്ടാം പിണറായി സർക്കാരിൽ വയനാട്ടിൽ നിന്ന് ഒരു മന്ത്രി എത്തുന്നു. അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, വയനാട്ടിലെ ജനങ്ങൾ വളരെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നത് വന്യജീവി മനുഷ്യ സംഘർഷവുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിൻ്റെ ഇടപെടലാണ്. അദ്ദേഹത്തിൻ്റെ പഞ്ചായത്ത് തല തിരുനെല്ലിയിലാണ് വന്യജീവി മനുഷ്യ സംഘർഷത്തിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ മരണപ്പെട്ടത്, കൊല ചെയ്യപ്പെട്ടത്. ഇത്തരം വിഷയങ്ങളെല്ലാം നേരിട്ട് അറിവുള്ള ആളുകൂടിയാണ് മന്ത്രി OR കേളു. അതുകൊണ്ട് വയനാട്ടിലെ ജനങ്ങൾ വളരെ പ്രതീക്ഷയോടുകൂടിയാണ് ഉറ്റുനോക്കുന്നത്. അതുകൊണ്ട് രണ്ടാം പിണറായി സർക്കാരിൽ ആ വിഭാഗത്തിൽ നിന്ന്, പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽ നിന്നൊരു മന്ത്രി എത്തുന്നു. അത് വയനാട് ജില്ലയ്ക്ക് കൂടി അഭിമാനകരമാണ്. ആ പ്രതീക്ഷയിലാണ് വയനാട് ജനങ്ങൾ കാത്തിരിക്കുന്നത്. ഷമ്മി, നൃപനാണ് വിവരങ്ങൾ നൽകിയത്. വയനാടിൻ്റെ പ്രിയപുത്രൻ കേരളത്തിൻ്റെ പ്രിയപ്പെട്ട മന്ത്രിയായി മാറിയിരിക്കുന്നു.